Plus 1 revision series 13. Find the sum to n terms of the series 1 into 2 into 3 plus 2 into 3 into 4 plus 3 into 4 into 5 plus etc. In this problem, we have to find the sum of first n terms of the given sequence. ഈ സീരീസ് സ്പെഷ്യൽ സീരീസിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇതൊരു APO GPO അല്ല. അപ്പോൾ നമുക്ക് ഈ സീരീസിൻ്റെ nth ടേം കണ്ടുപിടിക്കാം. ലെറ്റ് us denote the nth term by an. First term is 1 into 2 into 3. Second term is 2 into 3 into 4. Third term is 3 into 4 into 5. That means the nth term is the product of 3 consecutive terms. ഓരോ ടേമും അടുത്തടുത്ത 3 ടേംസിൻ്റെ പ്രോഡക്റ്റാണ്. അത് കാരണം nth ടേമും 3 ടേംസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേമിലെ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേമിലെ ഫസ്റ്റ് നമ്പർ 2, തേർഡ് ടേമിലെ ഫസ്റ്റ് നമ്പർ 3. സിമിലർലി ഫോർത്ത് ടേമിലെ ഫസ്റ്റ് നമ്പർ 4 ആയിരിക്കും. ഫിഫ്ത്ത് ടേമിലെ ഫസ്റ്റ് നമ്പർ 5 ആയിരിക്കും. ദെർഫോർ nth ടേമിലെ ഫസ്റ്റ് നമ്പർ n ആയിരിക്കും. അടുത്തടുത്ത നമ്പേഴ്സാണ് 1, 1 plus 1, 2, 2 plus 1, 3, 2, 2 plus 1, 3, 3 plus 1, 4. 1 ആഡ് ചെയ്താണ് ഈ ടേംസ് അടുത്തത് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം n ആണെങ്കിൽ, ഫസ്റ്റ് നമ്പർ n ആണെങ്കിൽ സെക്കൻഡ് നമ്പർ n+1 ആയിരിക്കും. തേർഡ് നമ്പർ n+2 ആയിരിക്കും. ആ സ്ട്രക്ചറിലാണ് ഇതിലെ ഫസ്റ്റും സെക്കൻഡും തേർഡും ടേംസ് പോകുന്നത്. ദെർഫോർ nth ടേം ഈസ് n into n+1 into n+2. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. n+1 into n+2 ആദ്യം കണ്ടുപിടിക്കാം. ബ്രാക്കറ്റ് ഓപ്പണിംഗ് n into n n സ്ക്വയർ പ്ലസ് n into 2 2n 1 into n n 1 into 2 2. that is n into n സ്ക്വയർ പ്ലസ് 3n plus 2. ഇനി എന്നോട് നമുക്ക് അകത്തോട്ട് ഇൻറ്റു ചെയ്യാം. n³ പ്ലസ് 3n square plus 2n. That is the nth term. We have to find the sum of the first n terms, that is sigma an. Sigma an is equal to sigma n³ plus 3n square plus 2n. നമുക്ക് സിഗ്മ ടേം ബൈ ടേം എഴുതാം. സിഗ്മ n³ പ്ലസ് നെക്സ്റ്റ് ടേം ഈസ് 3n സ്ക്വയർ. 3 ഈസ് എ കോൺസ്റ്റന്റ് ടേക്കിംഗ് ഔട്ട്സൈഡ്. സിഗ്മ n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു സിഗ്മ n. ഇനി നമ്മൾ സിഗ്മ n³, സിഗ്മ n സ്ക്വയർ, സിഗ്മ എന്നിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യാം. നമുക്ക് പഠിക്കാനുള്ളത് 3 സ്പെഷ്യൽ സീരീസ് ആണ്. സിഗ്മ n³ ഈസ് n into n+1/2 the whole square. സിഗ്മ n സ്ക്വയർ ഈസ് n into n+1 into 2n+1 divided by 6. സിഗ്മ n ഈസ് n into n+1 divided by 2. സിഗ്മ n-ൻ്റെ ആൻസറിൻ്റെ സ്ക്വയർ ആണ് സിഗ്മ n³. സിഗ്മ n സ്ക്വയർ n into n+1 സെയിം ആണ് 2n+1 divided by 6. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ കൂടുതലായി ഓർത്തിരിക്കും. സിഗ്മ കോൺസ്റ്റന്റ് ഈസ് k into n. Therefore, sigma an is equal to sigma n³ n into n+1/2 the whole square plus 3 into sigma n square n into n+1 into 2n+1 divided by 6 plus 2 into sigma n into n+1 divided by 2. ഇത് നമുക്ക് ഒരുപാട് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. ആദ്യം സിംപ്ലിഫൈ ചെയ്യുന്ന സ്റ്റെപ്സ് പറഞ്ഞുതരാം. സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്യുന്നു. n into n+1 divided by 2 the whole square ഓരോ ടേമിനും കൊടുക്കുന്നു. n സ്ക്വയർ n+1 the whole square divided by 2 square is 4 plus ഇവിടെ ക്യാൻസലേഷൻ 3യും 6 ക്യാൻസൽ ആകും. therefore n into n+1 into 2n+1 divided by 2. ഇവിടെ 2 ക്യാൻസൽ ആകും പ്ലസ് n into n+1. ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മെത്തേഡ് ന്യൂമറേറ്ററിൽ നിന്ന് കോമൺ
എടുക്കുക, ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് കോമൺ ആയി വെളിയിലെടുക്കുക. ഓക്കെ, ന്യൂമറേറ്ററിൽ എൻ സ്ക്വയർ എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇസ് കോമൺ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഓർ LCM. ഇവിടെ പ്രോഡക്റ്റ് ആണ് ഞാൻ എടുക്കുന്നത്. 4 ഇൻറ്റു 2 8 പുറത്തെടുക്കുന്നു. ഓക്കെ, ഇനിയും ബ്രാക്കറ്റിനകത്ത് എന്താണ് വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ന്യൂമറേറ്ററിൽ നിന്ന് കോമൺ എടുത്തത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ്. ഒരെൻ എടുത്താൽ മറ്റേ എൻ അവിടെയുണ്ട്. എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയറിൽ നിന്ന് എൻ പ്ലസ് വൺ എടുത്താൽ എൻ പ്ലസ് വൺ. എൻ സ്ക്വയർ എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയറിൽ നിന്ന് ഒരു എൻ പ്ലസ് വൺ പുറത്തെടുത്താൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. ലിസൺ. അതിനുശേഷം ഡിനോമിനേറ്ററിൽ ഇവിടെ 4 ആണ്. അത് ഇൻറ്റു 2 എന്ന് കൊടുത്താൽ 8 ആകും. ആ 2 തന്നെ മേളിലും കൊടുക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ 8 ആക്കാൻ വേണ്ടി 4 ഇൻറ്റു 2 ചെയ്തു. 8 ആ 2 ന്യൂമറേറ്ററിലും കൊടുത്തു. ഈ 8 കോമൺ ആയി വെളിയിലെടുത്തു. ന്യൂമറേറ്ററിലെ 2 ന്യൂമറേറ്ററിൽ വരും. ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിനെ 8 ആക്കാൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ അത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പ്രോസസ്സ് എല്ലാം അവിടെ നടന്നുകൊള്ളും. അപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്ററിനെ 8 ആക്കാൻ ഏത് ടേം കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അത് ന്യൂമറേറ്ററിലും വരും. അത് അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഡിനോമിനേറ്റർ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പുറത്തെടുത്തു കഴിഞ്ഞാൽ 2n പ്ലസ് 1. ഓക്കെ, 8 ആക്കാൻ ഈ 2നെ 4 കൊണ്ട് ഡിനോമിനേറ്ററിൽ ഇൻറ്റു ചെയ്യണം. അത് ന്യൂമറേറ്ററിലും ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 4 വരും. പ്ലസ് ഇവിടെ ന്യൂമറേറ്ററിൽ n ഇൻറ്റു എൻ പ്ലസ് 1 പുറത്തെടുത്താൽ 1, ഡിനോമിനേറ്ററിൽ 8 വരുമ്പോൾ 1 ഇൻറ്റു 8 ആണ് 8. ആ 8 ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഓക്കെ, ഇനിയും ഈ ബ്രാക്കറ്റിനകം നമുക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 8. 2 ഇൻറ്റു എൻ അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2n ഇൻറ്റു എൻ 2n സ്ക്വയർ. 2n ഇൻറ്റു 1 2n. 4 അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 8n പ്ലസ് 4 പ്ലസ് 8. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 2n സ്ക്വയർ പ്ലസ് 10n പ്ലസ് 4 പ്ലസ് 8 12. 2 ഈസ് കോമൺ. Therefore, n into n plus 1 into 2 into n square plus 5n plus 6 divided by 8. 2 8 cut ആകുമ്പോൾ 4 എന്ന് കിട്ടും. Now we have to factorize n square plus 5n plus 6. Find two numbers whose sum is 5 and product is 6. രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അതിൻ്റെ സം 5 ആയിരിക്കണം, പ്രോഡക്റ്റ് 6 ആയിരിക്കണം. The numbers are plus 2 and plus 3. Therefore, n into n plus 1 into നമുക്ക് കിട്ടിയ numbers plus 2. Therefore, n plus 2 plus 3. n plus 3 whole divided by 4. Okay. Find the sum to n terms of the series 3 into 1 square plus 5 into 2 square plus 7 into 3 square plus etc. ഈ സീരീസിൻ്റെ എന്ത് ടേം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഒരു സീരീസിൻ്റെ APO GPO അല്ലാത്ത ഒരു സീരീസിൻ്റെ സം ടു n ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ nth ടേം കണ്ടുപിടിക്കണം. an. നമുക്ക് ആദ്യം ഈ സീരീസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം. എ നമ്പർ ഇൻറ്റു സ്ക്വയർ ഓഫ് എ നമ്പർ, അതാണ് ഓരോ ടേമിൻ്റെയും സ്ട്രക്ചർ. അപ്പം നമുക്ക് ഓരോ ടേമിലെ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതിവിടെ 3 5 7 എക്സെട്ര ആണ്. അതൊരു AP ആണ്. കാരണം 3 + 2 = 5 + 2 = 7. അതിൻ്റെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല a + n - 1 into d. Here a is 3, n - 1 into d. What is d? d is equal to 7 - 3. That is equal to 5 - 3. That is equal to 2. Therefore, into 2. Okay. 3 plus 2n minus 2. That is 2n. 3 minus 2 is plus 1. ഈ സ്ട്രക്ചർ ആയിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പ്രഷന് വരുന്നത്. 2n plus 1 into
1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ ഇങ്ങനെ പോകും. ഫസ്റ്റ് ടേമിൽ 1 സ്ക്വയർ, സെക്കൻഡ് ടേം ആകുമ്പോൾ 2 സ്ക്വയർ, തേർഡ് ടേം ആകുമ്പോൾ 3 സ്ക്വയർ. ദെർഫോർ ഇൻ ദ ലാസ്റ്റ് ടേം n സ്ക്വയർ, ഇൻ ദ nth ടേം n സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യാം. an കണ്ടുപിടിച്ചാൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത ശേഷമാണ് സമ്മേഷൻ അഥവാ സിഗ്മ അപ്ലൈ ചെയ്യേണ്ടത്. 2n ഇൻറ്റു n സ്ക്വയർ 2n ക്യൂബ് പ്ലസ് n സ്ക്വയർ. Therefore, sigma an is equal to sigma 2n cube plus n square. ആദ്യം സിഗ്മ സ്പ്ലിറ്റ് ചെയ്യാം. 2 ഇൻറ്റു സിഗ്മ n ക്യൂബ് പ്ലസ് സിഗ്മ n സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു n ക്യൂബിൻ്റെ ഫോർമുല n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. സിഗ്മ എന്നിൻ്റെ ഫോർമുലയുടെ സ്ക്വയർ ആണ്. Plus sigma n square is n into n plus 1 into 2n plus 1 divided by 6. Okay. സിംപ്ലിഫൈ ചെയ്യുന്ന സ്റ്റെപ്പ് പറഞ്ഞായിരുന്നു, അതുപോലെ തന്നെ ചെയ്യാം. 2 ഇൻറ്റു സ്ക്വയർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. n സ്ക്വയർ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 4 n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6. 2 2 കട്ടാകും. n ഇൻറ്റു n പ്ലസ് 1 ന്യൂമറേറ്ററിൽ കോമൺ ആണ്. n ഇൻറ്റു n പ്ലസ് 1 ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് കോമൺ ആയിട്ട് വെളിയിലെടുക്കുക. 2 ഇൻറ്റു 6 12. LCM എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ന്യൂമറേറ്ററിൽ നിന്ന് n ഇൻറ്റു n പ്ലസ് 1 കോമൺ എടുത്താൽ n ഇൻറ്റു n പ്ലസ് 1 ബാക്കി വരും. ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 6 ആണ് 12. അത് 6 ന്യൂമറേറ്ററിൽ കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും. അതായത് ഇവിടെ ഒരു ഇൻറ്റു 6 കൊടുക്കുന്നു, ന്യൂമറേറ്ററിലും ആ ഇൻറ്റു 6 തന്നെ കൊടുക്കും. ഈ 12 കോമൺ ആയിട്ട് പുറത്തു വരും. 6 ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ഡിനോമിനേറ്ററിൽ എക്സ്ട്രാ 12 ആക്കാൻ കൊടുക്കുന്ന ആ നമ്പർ വെറുതെ ന്യൂമറേറ്ററിൽ കൊടുത്താൽ മതി. പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഈസ് കോമൺ. 2n പ്ലസ് 1 6 ഇൻറ്റു 2 ആണ് 12. ആ 2 ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 12. ബ്രാക്കറ്റിനകം സിംപ്ലിഫൈ ചെയ്യാം. 6n അകത്തോട്ട് കൊടുക്കുമ്പോൾ 6n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 4n പ്ലസ് 2 that is equal to n into n plus 1 divided by 12 into 6n square plus 6n plus 4n is 10 plus 2. 2 is common. Therefore, n into n plus 1 divided by 12. 2 common എടുക്കുമ്പോൾ 3n square plus 5n plus 1. 2ഉം 12 കൂടെ ക്യാൻസൽ ആക്കുമ്പോൾ 6. Therefore, n into n plus 1 into 3n square plus 5n plus 1 divided by 6. That is the answer. In an AP, if the mth term is n and nth term is m, prove that its pth term is n plus m minus p. In an AP, mth term is n. That means am is n. And nth term is m. An is equal to m. We have to find the pth term. pth term അല്ലെങ്കിൽ ഏതെങ്കിലും ടേം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. ഒരു എ പിയുടെ 2 ടേംസ് തന്നിട്ട് ഫസ്റ്റ് ടേമോ കോമൺ ഡിഫറൻസോ വേണമെങ്കിൽ അതിൻ്റെ ഫോർമുല എഴുതി സബ്ട്രാക്റ്റ് ചെയ്യുക. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അത് ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എയുടെ വാല്യൂ കിട്ടും. എ എം ഈസ് ഈക്വൽ ടു എൻ ഇംപ്ലൈസ് എ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി. എ എം ഈസ് എ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് n given that it is n. Equation number 1. an is equal to m. an is a plus n minus 1 into d. That is given as m. ഒരു എ പിയുടെ 2 ടേംസ് തന്നു. അതിൻ്റെ ഫോർമുല എഴുതി ജസ്റ്റ് സബ്ട്രാക്റ്റ് ചെയ്താൽ കോമൺ ഡിഫറൻസ് ഡി കിട്ടും. ഇക്വേഷൻ നമ്പർ 1 മൈനസ് 2. a minus a 0. m minus 1 into d minus
n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു റൈറ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്യുന്നു n മൈനസ് എം. എ മൈനസ് എ 0, എം മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈസ് എൻ മൈനസ് എം. ഡി കോമൺ എടുക്കുന്നു, എം മൈനസ് 1. ഇവിടെ ഡി കോമൺ എടുക്കുമ്പോൾ മൈനസ് ഓഫ് എൻ മൈനസ് 1, മൈനസ് അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് എൻ പ്ലസ് 1. ഇവിടെ ഡി എടുത്താൽ എം മൈനസ് 1, ഇവിടെ ഡി എടുത്താൽ മൈനസ് ഓഫ് എൻ മൈനസ് 1 ഇസ് ഈക്വൽ ടു എൻ മൈനസ് എം ഡി ഇൻറ്റു 1ഉം 1ഉം ക്യാൻസലാവും, എം മൈനസ് എൻ ഇസ് ഈക്വൽ ടു എൻ മൈനസ് എം. ഡി ഈസ് എൻ മൈനസ് എം ബൈ എം മൈനസ് എൻ. മേളിലെ മൈനസ് കോമൺ എടുക്കുമ്പോൾ ഇത് മൈനസ് എൻ ആകും, ഇത് പ്ലസ് എൻ ആകും. ദെർഫോർ എം പ്ലസ് ആകും, മൈനസ് വെളിയിലെടുത്താൽ മൈനസ് എൻ ബൈ എം മൈനസ് എൻ. എം മൈനസ് എന്നും എം മൈനസ് എന്നും കട്ടാകും, ദെർഫോർ മൈനസ് 1. അപ്പോൾ ഒരു എ പിയുടെ 2 ടേംസ് തന്നാൽ അതിൻ്റെ ഫോർമുല എഴുതി സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡി കിട്ടും. ഈ ഡി നമുക്ക് ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് എ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി ഈസ് മൈനസ് 1 ഈക്വൽ ടു എൻ. ഈ മൈനസ് 1 അകത്തോട്ട് ഇൻറ്റു ചെയ്യാം, എ മൈനസ് എം പ്ലസ് 1 ഈസ് ഈക്വൽ ടു എൻ. ദെർഫോർ എ ഈസ് ഈക്വൽ ടു എൻ. മൈനസ് എം റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് എം ആകും, 1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് 1 ആകും. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എയും കിട്ടി. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ പീത്ത് ടേം എ പി. എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി. വാട്ട് ഈസ് എ? എൻ പ്ലസ് എം മൈനസ് 1 പ്ലസ് പി മൈനസ് 1 ഇൻറ്റു മൈനസ് 1. എൻ പ്ലസ് എം മൈനസ് 1 മൈനസ് അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് പി പ്ലസ് 1. മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ആകും. ദെർഫോർ എൻ പ്ലസ് എം മൈനസ് പി, ദാറ്റ് ഈസ് ദ റിക്വയർഡ് ആൻസർ. In an AP, the first term is minus 2 and the sum of the first 5 terms is 1/4. The sum of the next 5 terms show that the 20th term is 112. In an AP, the first term is minus 2, that is A is equal to minus 2. Also given that the sum of the first 5 terms, that is A1 plus A2 plus A3 plus A4 plus A5, sum of the first 5 terms is 1/4, that is 1/4 into sum of the next 5 terms, A6 plus A7 plus A8 plus A9 plus A10. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ടേം ഈസ് മൈനസ് 2 ആൻഡ് സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഈസ് 1/4. ദ സം ഓഫ് ദ നെക്സ്റ്റ് 5 ടേംസ്. ഇവിടെ എല്ലാം എന്ത് ടേമിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. A1 ഈസ് ആക്ച്വലി എ, A2 ഈസ് എ പ്ലസ് 1 ഡി, A3 ഈസ് എ പ്ലസ് 2 ഡി, A4 ഈസ് എ പ്ലസ് 3 ഡി, A5 ഈസ് എ പ്ലസ് 4 ഡി. 1/4 ഇൻറ്റു A plus 5D, A plus 6D, A plus 7D, A plus 8D and A10 is A plus 9D. A plus n minus 1D എന്നുള്ള ഫോർമുല എല്ലായിടത്തും കൊടുത്തു. ഇനി നമുക്ക് A കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5. 5A. Then D. 1D plus 2D plus 3D plus 4D. 10D. 1/4 into വീണ്ടും A. 1 plus 1 plus 1 plus 1 plus 1. 5A plus 5D plus 6D plus 7D plus 8D plus 9D. That is 35D. 4 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നു. 4 ഇൻറ്റു 5A പ്ലസ് 10D ഈസ് ഈക്വൽ ടു 5A പ്ലസ് 35D. ദാറ്റ് ഈസ് 20A പ്ലസ് 40D ഈസ് ഈക്വൽ ടു 5A പ്ലസ് 35D. ഓക്കെ, എയുടെ വാല്യൂ ഒരു സൈഡിലും ഡിയുടെ ടേംസ് മറ്റേ സൈഡിലുമായിട്ട് കൊണ്ടുപോകുന്നു. 20A മൈനസ് 5A ഈസ് ഈക്വൽ ടു 35D മൈനസ് 40
40D. 15A is equal to minus 5D. Add a value minus 2. 15 into minus 2 is equal to minus 5D. D is equal to minus 30 by minus 5, that is 6. Therefore, the 20th term A20 is equal to A plus 19D, that is minus 2 plus 19 into 6, that is minus 2 plus 114, that is the answer is 112.